ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാവുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഒരു സ്പെഷ്യൽ ചാള പൊള്ളിച്ചതാണ്. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് ചാള 10 എണ്ണം ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ വരഞ്ഞെടുക്കൂലേ, അതേപോലെ വരഞ്ഞ് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 20 മിനിറ്റ് മുമ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 200 ഗ്രാം ചുവന്നുള്ളി നീളത്തിൽ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമുക്കതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റി എടുത്തിട്ട് ബാക്കി ചേർക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. മീനിൽ 1/4 ടീസ്പൂൺ പുരട്ടി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയുടെ പാല് 1-ാം പാലും 2-ാം പാലും കൂടി ചേർത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 500 ml കപ്പിൽ 1.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് വരട്ടി, നന്നായിട്ട് തിളച്ച് വരട്ടി ഇതിലേക്ക്. അപ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഇപ്പം ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് മേലെ ഇങ്ങനെ അടിഞ്ഞു വിടണം. ഇതൊന്ന് കട്ടിയായി ഒന്ന് അരപ്പൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചാള പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞ് നെയ്യൊക്കെ നന്നായി തിരിഞ്ഞ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കിടന്ന് ഒരു 30 മിനിറ്റോളം ഇത് വെന്തതാണ്. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ പുളി ചേർത്തിട്ടില്ല. പക്ഷേ കറി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.